ഈ സ്നാക്സ് കണ്ണൂരുകാരുടെ എന്നാണ് കേട്ടോ പറയുന്നത്. എന്താണ് അപ്പം നമ്മൾ മലപ്പുറംകാർക്ക് ഉണ്ടാക്കിയാലോ? അപ്പം നമുക്കിതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ? ചിക്കനിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാൻ അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും അത് നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി കേട്ടോ നിങ്ങൾ. ചിക്കൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് യോജിപ്പിച്ച് വെക്കാം. നെക്സ്റ്റ് നമുക്ക് തേങ്ങ ചിരകിയത് വേണം. തേങ്ങ ചിരവാൻ മടിയുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് ചെറിയ ഉള്ളി വലിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് അവർ കണ്ണൂരുകാർ മറ്റേ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ വലിയ ജീരകം മാത്രം ചേർക്കണുള്ളൂ. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടില്ലേ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂടി അതിലേക്ക് മാറ്റിയതിന് ശേഷം കുഴച്ചെടുക്കണം. കുഴച്ചിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പരത്തി എടുത്തിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കും. നമ്മൾ ഉന്നക്കായുടെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു നോമ്പുതുറ ഉണ്ടായതും അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇങ്ങനെയും കഴിക്കാട്ടോ. ഇതിനേക്കാളും ടേസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് ഇതിലേക്കൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും.